അച്ചി വെക്കേണ്ട, ചാക്കി കയറ്റേണ്ട, മറ്റ് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കേണ്ട പഴമുണ്ടല്ലോ, കൊല പഴുപ്പിച്ചെടുക്കുന്നത് സിമ്പിളായിട്ടൊരു ഐഡിയ പറഞ്ഞുതരാം. ഇത്രയും വിളഞ്ഞ പഴമാണെങ്കിൽ, കൊലയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പഴുപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ്, ഞാൻ കാണിച്ചു തരാം. അത് സിമ്പിളൊരു ടിപ്പാണ്. ആദ്യം തന്നെ പഴുപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വാഴ എടുക്കുക. ആ വാഴ എടുത്തതിന് ശേഷം അതിൻ്റെ തണ്ടിൽ, ഇപ്പോൾ വാഴയുടെ അല്ല, ആ കൊലയുടെ തണ്ടിൽ പല നാട്ടിലും പല പേരിലാണ്. ഈ നാട്ടിൽ ഇതിനെ കാളാമുണ്ടം എന്നൊക്കെ അറിയപ്പെടും. ഇവിടെ ഒരു സ്ക്വയറായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കുക. നല്ല സ്ക്വയറിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് പ്രധാന ഒരു ഇൻഗ്രീഡിയൻറ്റ്, പ്രധാനപ്പെട്ടൊരു സാധനം പെരിഞ്ജീരകം. പെരിഞ്ജീരകം പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടും, വലിയ ജീരകം. ആ വലിയ ജീരകം ഈ ഹോളിലേക്ക് നിറച്ചതിന് ശേഷം ആ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ സ്ക്വയറിൻ്റെ ഒരു ഭാഗം വെച്ച് ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. അതിനുശേഷം നിങ്ങൾ 2 ദിവസം മാത്രം വെയിറ്റ് ചെയ്താൽ മതി, മാജിക് കാണാം. ഇത് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ പഴുത്ത പഴമാണ്. കുറേയൊക്കെ ഞങ്ങൾ തിന്ന് കഴിച്ച് ഒഴിവാക്കി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ സൂത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെയാണ് ആ സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയും നമ്മൾ ജീരകം ഇട്ടിട്ട് ഇങ്ങനെ വെക്കും. ഇങ്ങനെ ചെയ്താൽ നമ്മൾ വളരെ 2 ദിവസം കൊണ്ട് നമുക്ക് പഴുപ്പിച്ച് കിട്ടും. ചാക്കിൽ വെക്കണ്ട, അതുപോലെ തന്നെ ഒരു പരിപാടിയും ചെയ്യണം. നല്ല അടിപൊളിയായിട്ട് പഴുത്തേക്കും. ഒരു കെമിക്കലും ഉപയോഗിക്കാതെ നല്ല നാടൻ പഴം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കടകളിൽ നിന്ന് കിട്ടുന്ന പച്ചപ്പഴമായാലും മേടിച്ചിട്ട് പഴുപ്പിച്ചിട്ട് ഇതുപോലെ കഴിക്കാം.